ഹലോ അസ്സലാമലൈക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് അങ്ങോട്ട് ഔട്ട് ഓഫ് ഫാഷൻ ആയതിന് ശേഷം എനിക്ക് ട്രൈ ചെയ്യാനുള്ളൊരു മൂഡ് വരുള്ളൂ. സംഭവം നമ്മുടെ IPL ഇത് ഞാൻ അറിയുന്നത് എന്താ ഇപ്പം കുറച്ചായിട്ടുള്ളൂ കേട്ടോ. ഇതെന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ലേനും എനിക്ക് പറഞ്ഞു തന്ന ശേഷമാണ് ഞാൻ തന്നെ അറിയുന്നത്. അങ്ങനെ അപ്പം ഇന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, രസമുണ്ടോ നോക്കണമല്ലോ. അപ്പോൾ എനിക്കിത് പറഞ്ഞു തന്നത് ജിനു ആണ് കേട്ടോ. ഞാനിപ്പോഴാണ് കേട്ടോ ഇതിനെപ്പറ്റി അറിയുന്നത്, IPL എന്നുള്ളൊരു സംഭവം ഉണ്ടെന്ന്. എന്തായാലും നമുക്ക് സംഭവം സെറ്റാക്കി നോക്കാം. പറഞ്ഞു തരേണ്ട എല്ലാവർക്കും അറിയാം, ഞാൻ മാത്രമേ പറയാത്തത് തോന്നുന്നു. മാഗി ഒന്ന് പൊടിച്ചെടുക്കുക, ഒന്ന് വറുത്തെടുക്കുക, നേരെ ഒരു ടൊമാറ്റോ സോസും സോയാ സോസും കൂടി മിക്സ് ചെയ്ത്, എനിക്കിവിടെ ടൊമാറ്റോ സോസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൻ്റെ പിസ്സ സോസ് വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തത്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുനുകുന അരിഞ്ഞ ഉള്ളിയും പിന്നെ മാഗി മസാലയും ഇട്ട് മിക്സ് ചെയ്തിട്ട് കുനുകുന അരിഞ്ഞ ഉള്ളിയും തക്കാളിയും കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് പിന്നെ ഒരു നാരങ്ങ നീരും പിന്നെ ലേസും കുറുകറയും ഇല്ലായിരുന്നു, എന്താ അറിയില്ല, ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇതൊക്കെ പൊടിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് മാറ്റി നമ്മൾ മുരിച്ച് വെച്ച മാഗിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നാരങ്ങ കൂടി നീര് പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ആയാലും നമ്മുടെ IPL റെഡി ആയിട്ടോ. എനിക്ക് ഈ പച്ച ലേസാണ് കേട്ടോ ഇഷ്ടം, ഈ ചുവപ്പ് മഞ്ഞ അതൊന്നും വലിയ താല്പര്യമില്ല, ഇഷ്ടമില്ല. അപ്പോൾ എനിക്ക് ആ ലേസിൻ്റെതും പിന്നെ ആ ടൊമാറ്റോ സോസ് മിസ്സിങ്ങും അതും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം കൊണ്ട് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ TV ഒക്കെ കണ്ടും കൊണ്ട് ഇങ്ങനെ കഴിച്ചും കൊണ്ടിരിക്കാവുന്നൊരു സംഭവമാണ്. എന്തായാലും മക്കൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു, അവർ നല്ല ആസ്വദിച്ച് തന്നെ കഴിച്ചു. എനിക്ക് ആ ലേസ് പച്ച ഇഷ്ടം ആയതുകൊണ്ട് ഇത് ചുവപ്പും പിന്നെ ഡാർക്ക് പച്ചയായതിനെ കൊണ്ട് എനിക്കത് പറ്റിയില്ല. ഞാൻ അവർക്ക് കൊടുത്ത് എന്തായാലും ടേസ്റ്റ് നോക്കണമല്ലോ, അപ്പം ഞാനും ഒന്ന് നോക്കി. പക്ഷേ ടേസ്റ്റ് ഉണ്ട്. ആ ടൊമാറ്റോ സോസ് അത് നന്നായിട്ട് മിസ് ചെയ്ത്, കാരണം പിസ്സ സോസാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും നമ്മളെല്ലാവരും കൂടി ഒരു ചായയും കട്ടനൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാം. ഒരു മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. എന്തായാലും മക്കൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ച്, ഞങ്ങളിത് ഈ മാളികപ്പുറം ഫിലിമും കണ്ട് നന്നായിട്ട് തന്നെ ആസ്വദിച്ച് അവർ കഴിച്ചിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫിലിമാണ് കേട്ടോ ഇത്. എന്താണെന്നറിയില്ല, ഇങ്ങനത്തെ പുരാണ കഥകളൊക്കെ കേൾക്കാനും അറിയാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.